ഇവിടെ ഫോക്കസ് ചെയ്ത് വരും. സ്റ്റഡി ബാക്ക്, സ്റ്റഡി ആക്കുക, ബാക്ക് നോക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. സ്റ്റഡി ആക്കൂ, വീൽ സ്റ്റഡി ആക്കൂ, ബാക്ക് ഇവിടെ നോക്കൂ. അങ്ങനെ റൺ ചെയ്ത് പൊക്കോട്ടെ. സ്റ്റഡി ആയിക്കോളൂ, അങ്ങനെ പൊക്കോട്ടെ. ഇക്കത്തെ കമ്പി നോക്കുക കേട്ടോ. അങ്ങനെ വന്നോട്ടെ, വിട്ടോളൂ, പോട്ടെ. മനോജേട്ടാ, നമ്മള് പെട്ടെന്ന് ലൈസൻസ് എടുക്കുന്നതായിരിക്കില്ല നല്ലത്. ഏറ്റവും നല്ലത് ഈ എച്ചോട് കൂടി തീരും. ഇപ്പൊ ലൈസൻസ് എടുത്താ നിങ്ങൾ ഇതല്ലേ എടുത്തേ? ഞാൻ ഈ ലൈസൻസ് എടുത്ത് എച്ച് മാത്രം. ശരിക്കും പുതിയ നിയമം വന്നെങ്കിൽ സ്ഥലമൊന്നും മതിയാവാൻ സാധ്യതയില്ല അല്ലേ? അത് പോരാ. ഏതായാലും മാഷോടൊന്ന് ചോദിച്ചാലോ കാര്യങ്ങളൊന്ന്? ചോദിച്ചിട്ട് വരാം. നമസ്കാരം. നമ്മൾ മാതൃഭൂമിയിൽ നിന്നായിരുന്നേ. ഓക്കെ. ഈ പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ ഒന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെ ബാധിക്കാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇത് എച്ച് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ചും കൂടി അഡീഷണൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം മതിയാവില്ല. ഏകദേശം അവർ പറയുന്ന കണക്ക് പ്രകാരം ഒരു 30-40 സെൻറ്റ് സ്ഥലം ആണ് അവർ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്. ആ സ്ഥലം നമ്മൾ ഇനി അഡീഷണലായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഓരോരുത്തരും ഇത് കണ്ടെത്തിയാലല്ലേ നമുക്ക് നമ്മളെ കസ്റ്റമർ വരുള്ളൂ. നമ്മൾ ആരെങ്കിലും ഒരാൾ തുടങ്ങിയിട്ട് അതിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക, അവരുടെ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്കെന്താ ബുദ്ധിമുട്ട് വെച്ചാൽ ഇത് സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിൽ കസ്റ്റമർ വരാതാവും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ ചിലവ് കൂടുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും നമ്മൾ ഫീസ് വർധന ചെയ്യേണ്ടി വരും. 2 പാർക്കിംഗ് വരും, റിവേഴ്സും സൈഡ് പാർക്കിങ്, പിന്നെ ഒരു സിങ്സാങ്, അത് കൂടാതെ ഒരു ഗ്രേഡിയൻറ്റിൽ നമ്മൾ കയറി ഇറങ്ങുന്ന ഒരു സ്പേസ്. ഇത്രയും അഡീഷണലായിട്ട് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യണം. ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് കൊണ്ടൊന്നും അവർ പഠിച്ചെത്തില്ല. അപ്പോൾ കുറച്ചും കൂടി ക്ലാസ് അവർക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന ചാർജും വരും. പക്ഷേ ഈ ബോർഡർ ജില്ല പോലെയുള്ള ജില്ലകളിലൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതിനപ്പുറത്ത് തമിഴ്നാട്ടിൽ പോയാൽ യാതൊരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ പുറത്ത് പോയി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് വരുന്നുണ്ട്. ചേഞ്ച് ഓഫ് അഡ്രസ് ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ വന്ന് അതേ ലൈസൻസ് വെച്ചിട്ട് അതേ ആൾക്കാർ ഇവിടെ വണ്ടി ഓടിക്കും. പൊതുവേ ടെസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് കേരളത്തിൽ മോശമൊന്നുമില്ല. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയാൽ മൊത്തത്തിൽ എല്ലാവരും ബാധിക്കും. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ 5 കുടുംബമാണ് ജീവിക്കുന്നത്. ഈ 5 കുടുംബം പറയുമ്പോൾ ഈ 5000-6000 ഡ്രൈവിംഗ് സ്കൂളും ഇത്രയും കുടുംബങ്ങൾ, ഇതിൻ്റെ കൂടെ സ്റ്റാഫുകൾ, നമ്മുടേതായിട്ടുള്ള എല്ലാം ഒരുപാട് ആൾക്കാരെ ബാധിക്കും. മനോജേട്ടാ, വേഗം ലൈസൻസ് എടുത്തില്ലെങ്കിൽ പണിപാളും. അല്ലെങ്കിൽ ഇനി വട്ടം കറക്കുക, പിന്നെന്താ കയറ്റത്ത് നിർത്തിയെടുക്കുക, 2 പാർക്കിങ്, സിക്സ് ആഗ്, ഇതൊക്കെ വേണം. അപ്പോൾ വേഗം പോയി എടുക്കാല്ലേ?